വളരെ പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി നേരത്തെ അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു. ഇടക്കാല ജാമ്യം ജൂൺ 1 വരെ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. പരമാവധി ഇഡി ജാമ്യം നൽകരുത് എന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ആവശ്യം കോടതി നിരാകരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി അറസ്റ്റ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കെജ്രിവാൾ ജാമ്യ ഹർജി കോടതിയിൽ നൽകിയത്. ഇപ്പോൾ കോടതി അത് പരിഗണിച്ചുകൊണ്ട് അത് സാധൂകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇടക്കാല ജാമ്യം ജൂൺ 1 വരെ അനുവദിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഇഡി ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇത് ഇലക്ഷൻ പ്രചാരണം എന്നത് ഒരു മൗലികാവകാശമല്ല, അതുകൊണ്ട് ജാമ്യം നൽകരുതെന്നടക്കമുള്ള വാദങ്ങൾ ഇഡി നിരത്തിയിരുന്നു. ആ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഇപ്പോൾ കോടതി ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ആം ആദ്മി പാർട്ടിക്കുമൊപ്പം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ഏറെ നിർണായകമായ വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആർ അച്യുതൻ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അച്യുതൻ, കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ജാമ്യം നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ. പ്രജിന് ആം ആദ്മിക്കും കേജ്രിവാളിനും വലിയ ആശ്വാസം പകരുന്ന ഒരു ഇടപെടൽ അത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് കേജ്രിവാൾ ഇതോടുകൂടി ജയിൽ മോചിതനാവുകയാണ്. ജൂൺ 1 വരെ അദ്ദേഹത്തിന് ഈ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ കേജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ട തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് ഇഡി തന്നെ അറസ്റ്റ് ചെയ്തത് എന്നതായിരുന്നു ഹർജിയിലൂടെ മുന്നോട്ട് വെച്ചത്. എന്നാൽ കേജ്രിവാളിന്റെ അറസ്റ്റിന് എതിരായി സുപ്രീം കോടതി സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സുപ്രീം കോടതി തന്നെയാണ് ആ ഹർജി പരിഗണിക്കുന്നതിൽ അല്ലെങ്കിൽ അതിലൊരു വിധി പറയുവാൻ കാലതാമസം എടുക്കും എന്നൊരു സാഹചര്യത്തിൽ ഇടക്കാല ജാമ്യാപേക്ഷ നൽകിയാൽ അത് വേഗത്തിൽ പരിഗണിക്കാം എന്ന് കേജ്രിവാളിനെ അറിയിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇടക്കാല ജാമ്യാപേക്ഷ കേജ്രിവാൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇഡി ശക്തമായ വാദങ്ങൾ കൊണ്ട് അതിനെ എതിർത്തിരുന്നു. ഇന്നലെ ഒടുവിൽ വിധി പറയാൻ മാറ്റിയ അപേക്ഷയിൽ ഇന്നലെ ഒടുവിലും ഇഡി സത്യവാങ്മൂലം നൽകി. അതിൽ പറഞ്ഞത് പ്രചരണം മൗലിക അവകാശമോ അല്ലെങ്കിൽ ഭരണഘടനാപരമായതോ നിയമപരമായ അവകാശമോ അല്ല, അതിന്റെ പേരിൽ ഒരാൾക്കും ജാമ്യം നൽകരുത് എന്നുള്ള ശക്തമായ വാദമായിരുന്നു ഇഡി അറിയിച്ചത്. എന്തായാലും അതിനെതിരായിട്ട് കേജ്രിവാളും രജിസ്ട്രിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ, നിർണായകമായിട്ടുള്ള ഇടപെടൽ ഇതിലുണ്ടായിരിക്കുന്നത്. അരവിന്ദ് കേജ്രിവാളിന് ആശ്വാസം പകരുന്ന ഒരു ഉത്തരവ് അത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് അത് വലിയ രാഷ്ട്രീയ പ്രചരണമാക്കി തന്നെ ആം ആദ്മി മാറ്റി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിൽ കി ജവാബ് വോട്ട് എന്ന രീതിയിലായിരുന്നു, തലക്കെട്ടോടുകൂടിയായിരുന്നു ആം ആദ്മി പ്രചരണം നടത്തിയത്. അഴിക്കുള്ളിലെ കേജ്രിവാളിന്റെ ചിത്രം അത് വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ അതിനെല്ലാം പ്രചരണത്തിന് കൂടുതൽ ശക്തി പകരുന്ന ഒന്നുകൂടിയായി ഇത് മാറുന്നുണ്ട്. കാര്യം സഞ്ജീവ് ജയിൽ മോചനം. ആർ അച്യുതൻ തുടരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു സുപ്രീം കോടതി. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 21-നാണ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നീട് നിരവധി നിയമപോരാട്ടങ്ങൾ നമ്മൾ കണ്ടു. സുപ്രീം കോടതിയിൽ തുടർച്ചയായി ജാമ്യം ഹർജി തള്ളുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാൻ അനുവദിക്കണമെന്ന ആവശ്യം അത് കോടതി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ചില നിബന്ധനകളും ഉപാധികളും ഒക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ജൂൺ 1 വരെയാണ് ഈ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല പുറത്ത് എന്ന കർശന നിബന്ധനകൾ ഉള്ളതായും പുറത്ത് വാർത്തകൾ വരുന്നുണ്ട്. അതിൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും വലിയ ആശ്വാസം ഡൽഹി മുഖ്യമന്ത്രിക്കും ഒപ്പം ആം ആദ്മി പാർട്ടിക്കും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഇലക്ഷൻ പ്രചാരണം അടുത്ത ഘട്ടത്തിന്റെ പ്രചാരണം അവസാനിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ വലിയ ആശ്വാസം കെജ്രിവാളിനും ഒപ്പം ആം ആദ്മി പാർട്ടിക്കും ഉണ്ടാകുന്നു.